കളിയിൽ അല്പം കാര്യം സീസൺ 2 പവേർഡ് ബൈ വില്ലി വൈറ്റ് ഇൻ അസോസിയേഷൻ വിത്ത് ലാസ ഐസ്ക്രീംസ് ആൻഡ് അച്ചയൻസ് ഗോൾഡിൽ നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു മൊമെന്റ് ആണ്, വെൻട്രിലോക്വിസം ആൻഡ് മാജിക്. ചില പ്രത്യേക വിഷയങ്ങളിൽ മനുഷ്യനും പാവയും തമ്മിലുള്ള രസകരമായ സംഭാഷണമാണ് വെൻട്രിലോക്വിസം. പാവയ്ക്ക് വേണ്ടിയും മനുഷ്യനു വേണ്ടിയും സംസാരിക്കുന്നത് ഒരാൾ തന്നെയായിരിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. നർമ്മത്തിൽ പൊതിഞ്ഞ ചോദ്യോത്തരങ്ങളിൽ എന്തെങ്കിലും അറിവോ ജീവിതത്തിൽ പകർത്തേണ്ട ഒരാശയമോ ഉണ്ടാകും. ശബ്ദ നിയന്ത്രണത്തിലൂടെ കലാപരമായും ആശയപരമായും അറിവുകൾ പങ്കുവെക്കുന്ന പരിപാടിയാണ് ഇത്. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് ലെറ്റ്സ് വെൽക്കം ശ്രീ ശരവണൻ പാലക്കാട് ടു ദി സ്റ്റേജ്. പ്ലീസ് സർ.
ഹലോ പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സുഖമാണ് എല്ലാവർക്കും? ഒന്ന് കൈയടിക്കാമോ? ഞാനിവിടെ രണ്ടുപേരെ വിളിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? പേരെന്താ? സക്കറിയ, വേദലക്ഷ്മി. രണ്ടുപേർക്ക് നല്ലൊരു കയ്യടി കൊടുത്തേക്ക് പ്ലീസ്. ഞാൻ എൻ്റെ നാവിൽ ശൂലം തറച്ചു കഴിഞ്ഞാൽ അത് മാജിക് ആയിരിക്കും അല്ലേ? അല്ലേ? അത് റിയൽ ആകണമെങ്കിൽ ഇവരുടെ ആരുടെയും നാവിൽ തറയ്ക്കണം അല്ലേ? വേദലക്ഷ്മിയുടെ നാവിലേക്ക് ശൂലം തറയ്ക്കാൻ ആഗ്രഹിക്കുന്ന കൈയടിക്കാവോ? ഓക്കെ, ഞാൻ ഇവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് വേദനിപ്പിക്കുന്നില്ല. ഞാൻ തന്നെ എൻ്റെ നാവിലേക്ക് ശൂലം തറയ്ക്കാം അല്ലേ? ഓക്കെ, എൻ്റെ വേദന നിങ്ങൾ അനുഭവിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ നാവ് മറച്ചു പിടിച്ചുകൊണ്ടാണ് തറയ്ക്കാൻ പോകുന്നത്. നാവിൽ ഓട്ടിയിട്ടാൽ എന്ത് സംഭവിക്കും? നാവിൽ ഓട്ടിയിട്ടാൽ എന്ത് സംഭവിക്കും? ചോര വരും. ആര് പറഞ്ഞു? ഓക്കെ, ഞാൻ വീണ്ടും എൻ്റെ നാവിലേക്ക് ശൂലം തറയ്ക്കുകയാണ്. നാവ് മറച്ചു പിടിക്കാതെ കേട്ടോ. ഡാൻസ് ചെയ്യാൻ അറിയാവോ? ശരി, ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ഡാൻസ് ചെയ്യാം അല്ലേ? പിടിച്ചോ. ആ കർച്ചിഫ് എടുത്തിട്ട് എല്ലാവർക്കും ഹായ് എന്ന് പറഞ്ഞേക്ക്. വേഗം വേഗം വേഗം, സമയമില്ലാത്തോണ്ടാ. കർച്ചിഫ് എടുത്തിട്ട് ഹായ് എന്ന് പറഞ്ഞേക്ക് വേഗം. ഉണ്ടല്ലോ, ഇട്ടേക്ക്. ഓക്കെ, വേദ പ്ലീസ് ഒന്നുകൂടെ വന്നു. ഇല്ല. ആ ഓക്കെ, വേദ ഇപ്പുറത്ത് നിന്നോ, മോനിപ്പുറത്തോ. ഓക്കെ, വീണ്ടും ആ കർച്ചിഫ് എടുത്തിട്ട് ഹായ് എന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇട്ടോ. ഓക്കെ, കണ്ണൊന്ന് അടച്ചു പിടിച്ചേക്ക്. കർച്ചിഫ് പതുക്കെ എടുത്ത് കണ്ണടച്ചുകൊണ്ട് ആ എടുത്തോ. ഓക്കെ പ്രിയമുള്ളവരെ, ഓക്കെ, നിങ്ങളെ പരിചയപ്പെടുന്ന പാമ്പാണ് അല്ലേ? നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ സംസ്ഥാനങ്ങളിൽ പല ആളുകൾക്കും പാമ്പ് കടി ഏൽക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചു കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം, അനാവശ്യമായി കളിപ്പാട്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ ചപ്പ് ചവറിലേക്ക് കിടക്കുന്ന സമയത്ത് കൈയിട്ടെടുക്കരുത്. പിന്നെയോ ഷൂസുകൾ, ചെരുപ്പുകൾ ഒക്കെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ജീവികൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്താണ് അല്ലേ? നിങ്ങൾ നിന്ന് ഇന്ന് വരെ നുണ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? താങ്ക് യു. ആരെങ്കിലും നുണ പറയാത്തവരുണ്ടോ ഇന്ന് വരെ? ഒന്ന് കൈ കൊടുത്താവോ? വാ, ആ വേഗം വാ, വേഗം വാ, വേഗം വാ. ഹായ്, ഹലോ, എന്താണ് പേര്? ആദിനാഥ്. ഇതുവരെ നുണ പറഞ്ഞിട്ടില്ല. നന്നായിട്ടൊരു കയ്യടി കൊടുത്തേക്ക്. ഈ കയ്യടി എന്തിനാണെന്നറിയാവോ? ഇവിടുത്തെ ഏറ്റവും വലിയ നുണയനുള്ളൊരു സമ്മാനമായിരുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു ബ്രഷ് ഉണ്ട് അല്ലേ? ബ്രഷ് ഒരയ്ക്കുമ്പോൾ നല്ല ശബ്ദമുണ്ട് അല്ലേ? ഉണ്ടോ? ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാവോ? ഞാൻ ഏത് വശത്താണ് ബ്രഷ് കൊണ്ട് ഒരയ്ക്കുന്നത് പറയണം കേട്ടോ. ഇത് ഏത് സൈഡാ? ഇത് ലെഫ്റ്റ് സൈഡാണ് അല്ലേ? ഒച്ചത്തിൽ പറയണേ. ഇവിടെ ആണെങ്കിലോ? നടുക്ക്. ഇപ്പൊ ഞാൻ എവിടെ അടിച്ചു? റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, നടുക്ക്, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, റൈറ്റ് സൈഡ്, നടുക്ക്, ലെഫ്റ്റ് സൈഡ്. ഓക്കെ പ്രിയമുള്ളവരെ, ഇയാളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ശരിയായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു ബ്രഷ് ഒരിക്കുമെങ്കിൽ നല്ല ശബ്ദം ഉണ്ടാകുമെന്ന. ശബ്ദത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്, സ്പർശനത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. നമ്മുടെ പഞ്ചായത്തിനെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. കയറ് കണ്ട് പാമ്പാണെന്ന് കരുതുന്ന പോലെ, വാഴ കണ്ട് പ്രേതമാണെന്ന് കരുതുന്ന പോലെ അത്തരത്തിലൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ കൂട്ടുകാരനുണ്ടായത്. എന്നാൽ ഇത്തരം തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഈ പ്രിയപ്പെട്ട കൂട്ടുകാരനെയല്ല, മയക്കുമരുന്ന് ശീലിക്കുന്ന ആളുകളില്ല. കാണാത്ത കാണുകയും കേൾക്കാത്ത കേൾക്കുകയും അന്തരീക്ഷത്തിൽ പാറു നടക്കുകയും അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ പോകുന്നു മയക്കുമരുന്ന് ശീലിക്കുന്ന ആളുകൾ. എന്നാൽ പഞ്ചാബ് കഴിഞ്ഞാൽ മയക്കുമരുന്ന് ശീലിക്കുന്ന തൊട്ടടുത്ത സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. സന്തോഷമെങ്കിൽ ഒന്ന് കൈയടിച്ചൂടെ? ഓക്കെ, എന്തിനാ കൈയടിച്ചെന്ന് വല്ല ബോധമുണ്ടോ? ഓക്കെ, ഈ ബോധമില്ലായ്മയാണ് പ്രിയമുള്ളവരെ മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യുന്നത്. അതുകൊണ്ട് കേരളം ഇന്ന് ലഹരിയുടെ പിടിയിലാണ്. ലഹരി ഇല്ലാതാക്കാൻ മനുഷ്യനായി പിറന്ന് നമുക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം അറിയിച്ചുകൊണ്ട് അടുത്ത മാജിക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മാജിക്കിലേക്ക്. താങ്ക് യു. ഒരു ഗ്ലാസ്സിൽ കുറച്ച് മദ്യമുണ്ട്, കാണുന്നുണ്ടോ? ഈ മദ്യത്തിലേക്ക് ഇതൊന്ന് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ആദ്യം ഒരു ചെറിയ ഗ്ലാസ്സിൽ തുടങ്ങും അല്ലേ?
അല്ലേ? പിന്നീടോ ഇതിന്റെ അളവ് കൂട്ടിക്കൊണ്ടെങ്കിൽ വന്നമേ ലഹരി ആസ്വദിക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്ക് പോകും. ഇങ്ങനെ അളവ് കൂട്ടിക്കൊണ്ടുവരും അല്ലേ? പിന്നീട് എന്താവും? ഇയാൾ രാത്രി കാലങ്ങളിൽ മാത്രമാണ് മദ്യപിച്ചെങ്കിൽ രാത്രി എന്നില്ല, പകൽ എന്നില്ല, ഏത് സമയത്തും മദ്യപിക്കാമെന്ന അവസ്ഥയിലേക്ക് പോകും അല്ലേ? മദ്യപിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ധാരാളം രോഗങ്ങൾ നമ്മളെ തേടിയെത്തും. ലിവർ സിറോസിസ്, ക്യാൻസർ അല്ലേ, ഓർമ്മ കുറവ്, നാഡീ തളർച്ച പോലുള്ള രോഗങ്ങൾ നമ്മളെ തേടിയെത്തും. അതുകൊണ്ട് ലഹരി ഒന്നിനും ഒരു പരിഹാരമല്ല. ഇയാൾ വീണ്ടും എന്താകും? മുഴുക്കുടിയനായി തീരും അല്ലേ? അതുകൊണ്ട് മറ്റെല്ലാ രോഗങ്ങളെ പോലെ തന്നെ മദ്യപാനത്തിനും ചികിത്സ ആവശ്യമുണ്ട്. മദ്യം ഉപേക്ഷിക്കേണ്ടത് എപ്പോഴാണ്? തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കണം അല്ലേ? അപ്പൊ നമുക്ക് ആവശ്യം ലഹരിയല്ല, നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? മദ്യമല്ല, ആവശ്യമുള്ളത് ജലമാണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഇനി അടുത്ത മാജിക്കിന് വേണ്ടി ഞാൻ ആർക്കും ഒരാൾക്ക് ഒരു മാജിക്ക് പഠിപ്പിച്ചിട്ടാ പോകും. ആരാ വരാ? പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ വേഗം വാ. ഹായ്, ഹലോ, എന്താണ് പേര്? ദയ. എന്റെ കയ്യില് 3 പുസ്തകങ്ങളുണ്ട് അല്ലെ? മോൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബുക്കിലൊന്ന് ടച്ച് ചെയ്യാവോ? ഈ ബുക്കാണ്, പിടിച്ചോളൂ. എന്റെ കയ്യിൽ അവശേഷിക്കുന്ന 2 പുസ്തകങ്ങൾ ബാക്കിയുണ്ട്. ഈ 2 പുസ്തകത്തിൽ ഏതെങ്കിലും പുസ്തകം ചൂസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആരെങ്കിലും സഹായം ആവശ്യപ്പെടാം. ഒരാൾ വാ. ഇവിടുന്നോ? ഇതിൽ ഏതെങ്കിലും ബുക്കിൽ ടച്ച് ചെയ്യാവോ? ഇതാണ്, പിടിച്ചോ. അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്കൊരു റാൻഡം പേജ് ചൂസ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിങ്ങനെ ആക്കി പോകുന്ന സമയത്ത് ഇഷ്ടമുള്ളവരുടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഈ കാർഡ് അതിനകത്ത് വെച്ച് നമുക്ക് പേജ് തിരഞ്ഞെടുക്കാം. റെഡി അല്ലേ? മതിയോ? മാറ്റണം തോന്നിയാൽ മാറ്റാം. വേണ്ട? വേണോ? ആ, നമ്മൾ ചെയ്യേണ്ടതിന്റെ പേജ് നമ്പർ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. എന്നോട് പറയരുത്. കിട്ടിയോ? ഇതിന്റെ പേജ് നമ്പർ നോട്ട് ചെയ്യാവോ? ഓക്കെ, നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പേജ് നമ്പർ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അത് താങ്കളുടെ ബർത്ത് ഡേറ്റുമായോ ലക്കി നമ്പറുമായോ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ഇല്ല. ഓക്കെ, അത് ഒരു 3 ഡിജിറ്റൽ നമ്പർ ആണോ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ പെർട്ടിക്കുലർ പേജ് ഓപ്പൺ ചെയ്ത ശേഷം അതിന്റെ ഫസ്റ്റ് സെൻറ്റൻസ് ഇവർക്കൊന്ന് വായിച്ചു കൊടുത്തേക്ക്. കാണുന്നില്ലേ? ഇല്ല. എന്താ കാണാത്ത? ആ പേജ് കീറിയിരിക്കും. ആ പേജ് കീറിയിരിക്കണോ? പിടിച്ചോ. ഓക്കെ, പ്രിയമുള്ളവരെ, ആ പേജ് ഇവിടുന്ന മിസ്സായിരിക്കുകയാണ് അല്ലേ? അല്ലേ? നമ്മളിവിടെ എത്തിയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കളിയിൽ അല്പം കാര്യം, അറിവ് പങ്കിടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? മറ്റുള്ളവരുടെ അറിവ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പങ്കെടുക്കുക. അതുകൊണ്ട് ഈ അറിഞ്ഞ അറിവ് അയാൾ മറ്റുള്ളവരിലേക്ക് പങ്കിട്ടിരിക്കുന്നു എന്ന് കാണിക്കാം നമുക്ക് അല്ലേ? പ്ലീസ് ഓപ്പൺ ചെയ്യാവോ? അതിലെ 126. കേട്ടോ അല്ലേ? ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. ഈ മാജിക് ചെയ്തിട്ട് എനിക്ക് ഒമാനിലെ ഒരു ചെറിയ തെറ്റുപറ്റി. പിന്നീട് തൃശ്ശൂർ ജില്ലയിലായിരുന്നു. തെറ്റുപറ്റില്ലെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്മളൊന്ന് കണ്ണടച്ച് പിടിക്കാവോ? കണ്ണടച്ച് പിടിച്ചോ. കൗണ്ട് ചെയ്യാവോ? ഞാനിവരെ വിളിച്ചതാ ഒരു മാജിക് പഠിക്കാൻ യോഗ്യനാണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, എന്ന് എണീറ്റ് എന്നോളൂ. ആ ഗ്ലാസ്സിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? അവർക്കൊന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഓക്കെ, പ്രിയമുള്ളവരെ, ഈ മാജിക് ചെയ്യുന്ന ആരാണ്? എന്റെ കയ്യിലൊരു മാലയുണ്ട്. ഒരു മാല എന്ന് പറയുന്ന ഒരുപാട് മുത്തുകൾ ചേർന്ന് കോർത്തിനിക്കുന്നതാണ് അല്ലേ? സ്നേഹമുണ്ടാകണമെങ്കിൽ, സൗഹൃദം ഉണ്ടാകണമെങ്കിൽ നാം എല്ലാം ഒരു മാല പോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ മാലയുടെ മുത്തുകൾ ഓർത്ത് ഈ ഗ്ലാസ്സിനകത്ത് ഇടുകയാണ്. വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാം. പിടിച്ചോ. ശേഷം ഇതിന്റെ ടെങ്കീസ് ഞാനൊന്ന് കട്ട് ചെയ്യാം. ഇനി ഇത് പതുക്കെ ഈ ഗ്ലാസ്സിനകത്തേക്ക് ഇടുകയാണ്. മാജിക്കിന്റെ മന്ത്രം അറിയാവോ? ഞാൻ പറഞ്ഞുതരാം. പിടിച്ചോളൂ. അബ്രാക്കഡബ്ര ഫോക്കസ് ഫോക്കസ്. ഓക്കെ, മാജിക്കിന് മന്ത്രങ്ങൾ ആവശ്യമില്ല, ആവശ്യമുള്ള തന്ത്രങ്ങളാണ് അല്ലെ? ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്ഷൻ കാണിക്കാവോ? പതുക്കെ ഇരത്തേക്കിട്ട്. Then one more. ഓക്കെ, കോമഡിയാണ് ഇഷ്ടം, ഹൊററാണ് ഇഷ്ടം? രണ്ടും ഇഷ്ടം. കൂടുതൽ ഒരു കോമഡി കാണിച്ചു കൊടുത്താലോ? പതുക്കെ കൈ ഒന്ന് പിടിക്കാവോ? ഇങ്ങനെ പതുക്കെ വായ ഒന്ന് അടച്ചു പിടിക്കണം. ഗ്ലാസിന്റെ വായ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാവോ? മാജിക് ചെയ്തോ? ആ മുത്തുകൾ എടുത്തേക്ക്.
ഓക്കെ പ്രിയമുള്ളവരെ, സ്നേഹമുണ്ടാകണമെങ്കിൽ സൗഹൃദം ഉണ്ടാകണമെങ്കിൽ നാം എല്ലാം ഒരു മാല പോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് അടുത്ത മാജിക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. താങ്ക് യു. അടുത്ത മാജിക്കിനായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതിന്റെ കയ്യിൽ ഇവിടെ ഒരു ബോർഡുണ്ട്. ഈ ബോർഡിനകത്ത് കുറെ കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്, മരക്കഷ്ണങ്ങൾ. ഇതിനകത്തേക്ക് ഒരു ഫ്രെയിം ഉണ്ട്. ഈ ഫ്രെയിം എന്ന് പറയുന്നത് ജീവിതമാണ്. ജീവിതം എന്ന് പറയുന്നത് മനോഹരമാണ്. അങ്ങനെ മനോഹരമായ ജീവിതത്തിലേക്ക് നമ്മളെ തേടിയെത്തുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇതാണ് ചെറിയ ഒരു പ്രശ്നം അദ്ദേഹത്തെ തേടിയെത്തുകയാണ്. പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്ന കാര്യം ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രശ്നം അവരിലേക്ക് എത്തിയ സമയത്ത് അവർ ചെയ്യുന്ന ഒരു കാര്യം അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, എല്ലാ പ്രശ്നങ്ങളും അയാൾ ഇവിടെ പരിഹരിക്കപ്പെട്ടു എന്നറിയിക്കുകയാണ്. ഓക്കെ, ഓക്കെ, നമുക്കൊരു മാജിക് പഠിച്ചാലോ? എന്റെ കയ്യിൽ ഒരു ഡയമണ്ട് ഉണ്ട് അല്ലേ? ഈ കാർഡിന് എത്ര ഡയമണ്ട്? ഒരെണ്ണം. ഇവിടെ ആണെങ്കിലോ ഇപ്പൊ ഇവിടെ നോക്കിയേ, 3 ഡയമണ്ട് ഉണ്ട്. 1 2 3 അല്ലേ? അല്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 ഡയമണ്ട് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 1 ഡയമണ്ടേ ഉള്ളൂ. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. ആക്ച്വലി ഇവിടെ 2 ഡയമണ്ട് ഉണ്ട്. ഞാൻ ഒരു ഡയമണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചോൾ ഇപ്പൊ 1 ഡയമണ്ട് ആയി. ഇവിടെ നോക്കുകയാണെങ്കിൽ 4 ഡയമണ്ട് ഉണ്ട് അല്ലേ? ആക്ച്വലി ഇവിടെ എത്ര ഡയമണ്ട് ഉണ്ട്? 5 ഡയമണ്ട് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 3 ഡയമണ്ട് ഉണ്ട്. 1 2 3. ആക്ച്വലി ഇവിടെ ഡയമണ്ട് ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് മാജിക് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിലോ 6 ഡയമണ്ട് ഉണ്ട്. 1 2 3 4 5 6. ഇവിടെ ഇല്ല. ഇവിടെ എത്ര ഡയമണ്ട് ഉണ്ട്? എത്ര ഡയമണ്ട് ഉണ്ട്? 2 ഡയമണ്ട് അല്ലേ? ആക്ച്വലി ഇവിടെ നമ്മൾ ഒന്നാണെന്ന് പറയണം. അപ്പൊ 1 ഡയമണ്ട് കാണാം. ഇവിടെ എത്ര ഡയമണ്ട് ഉണ്ട്? 5 ഡയമണ്ട് ഉണ്ട് അല്ലേ? എന്നാൽ ഇവിടെ 6 ഡയമണ്ട് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ഡയമണ്ട് ഉണ്ട്? 3 ഡയമണ്ട് ഇല്ല. കാരണം നമ്മൾ ഇവിടെ കൈ വെച്ചിട്ടുള്ളൂ, ഇങ്ങനെ മറച്ചു പിടിക്കുകയാണ്. ഇപ്പോ ഇവിടെ 3 ഡയമണ്ട് ഉണ്ടെന്ന് എണ്ണി പോണം. ഇവിടെ നോക്കുകയാണെങ്കിലോ 6 ഡയമണ്ട് ഉണ്ട് അല്ലേ? അല്ലേ? ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ 3 ഡയമണ്ട് ഉണ്ട്. ഓക്കെ, എന്റെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ട് അല്ലേ? ഈ ബലൂൺ ഒന്ന് ഊതി വീർപ്പിക്കാവോ? ഓക്കെ, ഈ ബലൂൺ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിടിച്ചേക്ക്. ഈ ബലൂൺ അടിച്ചേ. ഓക്കെ, എന്താണ് പേര്? എന്താ പേര്? പ്രയാഗ്. ഓക്കെ, പ്രയാഗ് ഇപ്പൊ ബെല്ല് അടിക്കാൻ പറ്റുമോ? ഇപ്പൊ അടിക്കാൻ പറ്റുമോ ബെല്ല്? ഇല്ല. പ്രയാഗ് ഇങ്ങനെ പിടിച്ചോ. ഞാൻ ചില ചോദ്യങ്ങൾ ബെല്ലിനോട് ചോദിക്കാം. സത്യം ചിലപ്പോൾ പറയാറുണ്ട്. പ്രയാഗ് നല്ല കുട്ടിയാണോ? അല്ലേ? ഒന്നും പറയുന്നില്ല. പഠിക്കാൻ മിടുക്കനാണോ പ്രയാഗ്? ആണ് അല്ലേ? ഓക്കെ, മോന്റെ പേരെന്താ? ശിവാനന്ദന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബലൂൺ ഉണ്ട് അല്ലേ? ശിവാനന്ദന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബലൂൺ ഇല്ലേ? ഉണ്ട്. ആരായി തീരാൻ ആഗ്രഹിക്കുന്നു? ആരായി തീരാൻ ആഗ്രഹിക്കുന്നു? IPS എടുക്കാനാണ് ആഗ്രഹം. സാധ്യമാകുമോ? ഓക്കെ, എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ് ഇതിനകത്തേക്ക് വെക്കാം കേട്ടോ. ഈ ബലൂൺ ഉപയോഗിച്ച് നമ്മൾ ഒരു മാജിക് ചെയ്യാം. ഞാൻ ഈ ബലൂണ് ഒന്ന് കുത്തി പൊട്ടിക്കാൻ പോവാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം.
രണ്ടുപേരും ശക്തിയായിട്ടൊന്ന് വലിച്ചേക്ക്. ആ, ആർക്കാ ബലമുള്ളതാ? ഓക്കെ, ശരി. ഞാൻ ഇത് ഇവിടെ ഒന്ന് കെട്ടുകയാണ് കേട്ടോ. ഫുൾ ടൈറ്റ് ചെയ്ത് കെട്ടിയേക്കും മുകളിൽ. രണ്ടാളും കൂടെ മുകളിൽ കെട്ടിക്കോ. മുകളിൽ വെച്ച് കെട്ട്. കെട്ട്, മുകളിൽ കെട്ട്. മുകളിൽ വെച്ച് കെട്ട്. ഫുൾ ടൈറ്റ് ചെയ്തോ. ആ, ഒന്നുകൂടെ കെട്ട്. ഓക്കെ ഓക്കെ, നന്നായിട്ട് കെട്ടിയിട്ടുണ്ടോ? ഓക്കെ അല്ലേ? കെട്ടഴിയില്ലല്ലോ? എന്താ കൈ അഴിഞ്ഞോ? ഒന്ന് തുറന്നു നോക്കി. ഇല്ലല്ലോ, കറക്റ്റാണോ? ഓക്കെ, ഒന്ന് കവർ ചെയ്തേക്ക്. ആ, മോൻ ഇപ്പുറത്തോ ഇയാളിപ്പുറത്തോ? വേഗം വാ. എന്താണ് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, എടുത്തു നോക്കിയേ. കെട്ടിയിട്ടുണ്ടല്ലേ? പ്ലീസ് വൺ മോർ. ഒന്നുകൂടെ ഇട്ടേക്ക്. ഓക്കെ, ഓക്കെ പ്രിയമുള്ളവരെ, അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്ന പേര് വെൻട്രിലോഗിസം എന്നാണ്. എന്താണ് വെൻട്രിലോഗിസം എന്ന് നിങ്ങളെ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? എന്നാലും ഒന്ന് ബോധ്യപ്പെടുത്താം. വെൻട്രിലോഗിസം എന്ന് പറയുന്നത് ഒരു തമാശ പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും, അല്പം ഒന്ന് നോവിച്ചെന്നിരിക്കും. മനസ്സിലായല്ലോ? ഹലോ, ആഹാ, എന്താണ്? ഹലോ, ആഹാ, സുഖം തന്നെയാണോ? ആണോ? എന്തുണ്ട് വിശേഷങ്ങൾ? ആണോ? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആണോ? അച്ഛനാണ് ഇഷ്ടം, അമ്മയാണ് ഇഷ്ടം? ആണോ? അപ്പൊ ഇവരോട് എന്താ പറയേണ്ടത്? ഓക്കെ, എന്താ? ആ പെൺകുട്ടി കൈയടിക്കുന്നില്ല, ഒന്ന് കൈയടിച്ചേക്ക് പ്ലീസ്. ആ, ഹലോ, എന്താണ്? സുഖം തന്നെയാണോ? ആണോ? ഓക്കെ, അപ്പൊ ഇതാണ് വെൻട്രിലോഗിസം എന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വെൻട്രിലോഗിസ പ്രോഗ്രാമായി ഒരു മങ്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. താങ്ക് യു. ഹലോ, ആഹാ, എല്ലാവർക്കും നമസ്കാരം പറയും. അതെന്താ? ഓക്കെ, എങ്കിൽ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞേക്ക്. കൈയെടുക്ക് തർക്ക്. ആഹാ, എന്നെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്. എന്റെ പേര് പ്ലീസ്. മൈ നെയിം. ഏയ്, നാണം കെടുത്തരുത്. എടാ, നിന്റെ പേരാണ് കുരങ്ങൻ. എടാ, നീയാണ് കുരങ്ങൻ. ഓക്കെ, എന്റെ പേരാണ് കുരങ്ങൻ. ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് മജീഷ്യൻ ശരവൺ പാലക്കാട് എന്നാണ്. നിന്റെ പേരാ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടിൻറ്റു എന്നാണ് എന്റെ പേര്. എന്റെ പ്രിയപ്പെട്ട കുരങ്ങനാ. നിങ്ങളാരും ചിരിക്കേണ്ട ആവശ്യമില്ല. കുരങ്ങനും മനുഷ്യനും എല്ലാം ഒരേ വർഗ്ഗക്കാരാ. എന്താ? എന്താ താല്പര്യമില്ലാത്ത? ഇവിടെ കൂടി ആളുകൾ എന്താണ് പറയേണ്ടത്? സുന്ദരി സുന്ദരമായിരുന്നു കൈയടിക്കാൻ. എന്താ? ആ കുട്ടി കൈയടിക്കുന്നോ? എന്താണ് പ്രശ്നം? ആണോ? സൗന്ദര്യം എന്ന് മനസ്സിലല്ലേ? എന്താ? ആണോ? അപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാളൊന്ന് പരിചയപ്പെട്ടാലോ? ആരാ? റോസ് ഉടുപ്പിട്ട ഒരു കുട്ടിയുണ്ടോ? എന്താണ് ചോദിക്കേണ്ടത്? ആണോ? ഹലോ, എന്താണ് പേര്? ഇലാൻഡാ? ആ, എന്താണ്? ആണോ? ഫിലാൻഡോ എന്ത് ചോദിക്കണം? ഇയാളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്താ? ആണോ? അപ്പൊ എന്താ? ഞാൻ ചോദിക്കട്ടെ. ചോദിച്ചേക്ക്. നമ്പർ തരുമോ? അങ്ങനെ ചോദിക്കാൻ പാടില്ല. മോളോട് ചോദിക്കണം. വേറെ കാര്യം? 10th പോവാണ്. ആരാ? പഠിക്കുന്നുണ്ടോ? എന്താണ്? ആണോ? നീ എന്തിനാ പഠിക്കുന്നത്? മോൾ എന്തിനാ പഠിക്കുന്നത്?
10th പഠിക്കാണ്. അതല്ല ചോദിച്ചത്. പിന്നെ എന്തിനാണ് പഠിക്കുന്നത്? എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചു. എന്തിനാണ് പഠിക്കണ? നഴ്സ് ആവാൻ. എന്താ? ആരാ? മദർ തെരേസ. ആരായിരുന്നു? നഴ്സായിരുന്നു. മദർ തെരേസയും ഒരു നഴ്സായിരുന്നു. സ്നേഹമുള്ള, കരുണയുള്ള, അനുകമ്പയുള്ള നഴ്സായിരുന്നു. അതുപോലെ ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നീ പഠിക്കുന്നത് പറഞ്ഞല്ലോ. നീ എന്തിനാ പഠിക്കുന്നത്? എഞ്ചിനീയറിംഗിന്. എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? എന്തിനാ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? ഡോക്ടർ ആവാൻ വേണ്ടിട്ടോ? ഓക്കെ പ്രിയമളെ, നമുക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ എന്ത് ചെയ്യണം? വിദഗ്ധരായ ഡോക്ടർമാരെ കാണാനുണ്ട്. വിദഗ്ധരായ ഡോക്ടർമാർ വേണം കാണുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാളെ കൂടി ഒന്ന് പരിചയപ്പെടാം. ആരെയാ പരിചയപ്പെടാൻ പോകുന്ന? ആരാ? ഇയാളോടാ. ക്യാമ്പ് എങ്ങനെയുണ്ട്? ക്യാമ്പ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതെന്നെ മെന്റലോഫീസ്. വെന്റിലോക്കിസം. യോഗയൊക്കെ അറിയാവോ? യോഗയൊക്കെ അറിയാവോ? കുറച്ചൊക്കെ അറിയാം അല്ലേ? എന്താണ്? എല്ലാവരും കൃത്യമായി യോഗ ചെയ്യണം. എല്ലാവരും കൃത്യമായി യോഗ ചെയ്യണം അല്ലേ? അങ്ങനെ യോഗ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? അറിവുണ്ടാകും. അറിവുണ്ടാകും. ടെൻഷനൊക്കെ ഫ്രീ ആവും അല്ലേ? എന്താ? ആൾക്ക് വല്ല ടെൻഷൻ ഉണ്ടോ? മോൾക്ക് വല്ല ടെൻഷൻ ഉണ്ടോ? ഇല്ല. എന്താ? സുഖം തന്നെയാണോ? സുഖാണോ? എന്താ? കണ്ടക്കറിയില്ലാട്ടോ. കണ്ടാ പറയില്ലെന്നോ? അപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാളെ കൂടി ഒന്ന് പരിചയപ്പെടാം. ആർക്കാ ധൈര്യമുള്ളത്? ആർക്കാ ധൈര്യമുള്ളത് പരിചയപ്പെടാൻ? അതെ. ആരാ? കണ്ണാടിയിട്ടുള്ള കൈ വെക്കുന്നില്ല. കണ്ണാടിയിട്ട് ആൾ കൈപ്പൊക്കുന്നില്ലേ? എന്താണ് ചോദിക്കേണ്ടത്? ഹലോ, എന്താണ് പേര്? ദർശൻ. ദർശൻ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. എന്താ? കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞോ? ഇല്ല. എന്താ? എന്താ കഴിക്കാത്തെ? എന്താ കഴിക്കാത്തെ? പ്രായമായിട്ടില്ല. എന്താ? കള്ളൻ. എന്തേ? കാത്തിരിക്കുക. ആണോ? എന്താണ്? കേടിക്കണ്ടോ? എന്തേ? എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ നിനക്ക് എത്ര വയസ്സായി? 12 വയസ്സിൽ ആരെങ്കിലും കല്യാണം കഴിക്കോ? ഞാൻ കഴിക്കും. ആൺകുട്ടിക്ക് 21, പെൺകുട്ടികൾക്ക് 18 വയസ്സും കഴിഞ്ഞാൽ കല്യാണം പറ്റൂ? അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാ? കൊട്ടൻ. എന്താ? എന്റെ കാര്യക്ക് 32 വയസ്സായി. 32 വയസ്സായോ? നിനക്കോ? 12. എടാ 12 വയസ്സിൽ കല്യാണം കഴിക്കാൻ പറ്റില്ലാന്ന്. എന്താ? ഗാന്ധിജി എത്ര വയസ്സിലെ കല്യാണം കഴിച്ചേ? ഗാന്ധിജി എത്ര വയസ്സിലെ കല്യാണം കഴിച്ച? 13 വയസ്സല്ലേ? അത് അന്നത്തെ സാഹചര്യം കൊണ്ടാ. ഞാനും എന്ത് സാഹചര്യം കൊണ്ട്. ഓക്കെ, ഇവിടെ കൂടി ആളുകളോട് എന്താണ് പറയാനുള്ളത്? എല്ലാരും നന്നായി പഠിക്കണം. എല്ലാവരും നന്നായി പഠിക്കണം. പിന്നെന്താ? നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ല കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ലഹരി ഉപയോഗിക്കരുത്. മനസ്സിലായോ? ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കും ഇയാളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കും. ശരിക്കും 12 വയസ്സ് തന്നെയാണോ? ശരിക്കും 12 വയസ്സ് തന്നെയാണോ? എന്താ? 12 വയസ്സ് തന്നെയാ. എന്താണ് സംശയം? എന്താണ് സംശയം? ഒന്നുമില്ല. മോളോട് പറയേണ്ട കാര്യം എന്താ? സുന്ദരി കുട്ടിയാ. ആണോ? ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഇനി 5th. ഇനി 5th. എന്താ? 5th പഠിക്കാനോട് എത്ര വർഷമായി? 5th പഠിക്കാനോട് എത്ര വർഷമായി? ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. അവസാനോട് പറയേണ്ട കാര്യം എന്താ? നന്ദി പറയണം. അതിനു മുമ്പ് ഇവരോട് ചോദിക്കേണ്ട കാര്യം എന്താ? ക്യാമ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ക്യാമ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യണം? നന്നായിട്ടൊരു കൈയടി തരണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ അറിവും വിജ്ഞാനവും വർദ്ധിക്കുന്നതിന് വേണ്ടിയും ധാരാളം പുതിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്യാമ്പുകൾ നടക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നമുക്ക് നന്ദി പറയാം. നന്ദി പറയേണ്ടത് കൈയടിക്കട്ടെ. ഓക്കെ, എങ്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞേക്കി. കൈയടിച്ച എല്ലാവർക്കും നന്ദി. കൈയെടുക്കർ നന്ദിയില്ലാത്തവരാ ആണോ? ഓക്കെ പ്രിയമുള്ളവരെ, അപ്പൊ എല്ലാവർക്കും ഹൃദ്യമായ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വെൻട്രിലോക്വിസം ആൻഡ് മാജിക് സെഷൻ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു സെഷൻ കണ്ടക്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് സർ. വളരെയധികം ഉപകാരപ്രദവുമായിരുന്നു. അതുപോലെ കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. താങ്ക് യു സോ മച്ച്.